ഗൈസ് ഞാൻ സിറ്റി കൂടെ നമ്മൾ നടന്നു കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഇവിടെ ഒരു മെഗാ റാമ്പും കാര്യങ്ങളൊക്കെ കണ്ടത്. ഇത് പുതുതായിട്ട് വന്നതാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇവിടെ നോക്കുമ്പോണ്ടല്ലോ ഗോൾഡൻ കുൻസകും കാര്യങ്ങളൊക്കെ റോട്ടിൽ കൂടെ ഓരോ കുൻസകും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ഒരു ഗോൾഡൻ കുൻസക പൊന്നെ മുമ്പ് ഇത് വേൾഡിലാകെ ഒരു ഒറ്റ പീസുള്ളൂ. ഞാൻ കുറേ ഓട്ടോറിക്ഷകളിൽ ഇരുന്നത് ഓട്ടോറിക്ഷ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വെച്ചു സെക്കൻഡ് പ്രൈസിന്. എന്താണ് നമുക്ക് അതിൻ്റെ അടുത്തങ്ങനെ ചെന്ന് നോക്കട്ടെ. ഇവിടെ ആരും ഇല്ലേ സംഭവം എന്ന് പറയാൻ വേണ്ടി ഇവിടെ ഒരു ഒറ്റ അടുത്തന്നെ കാണാനില്ലല്ലോ. ഒന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് നേരം നിൽക്കുകയാണ് കേട്ടോ. താങ്കളാണോ? ഇതെന്തിട്ടാ ഇവിടെ സംഭവം? എനിക്കൊന്നും മനസ്സിലായുള്ളൂ. ഇത് ഇവിടെ ഒരു മെഗാറാമ്പ് റേസും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അതിൻ്റെ റേസ് അപ്പം എന്നിട്ട് ഇവിടെ ഓട്ടോറിക്ഷകളൊക്കെ വെച്ചത്. അപ്പോൾ ന്യൂസൊന്നും കൊണ്ടുവരല്ലോ വന്നേക്കണേ. ന്യൂസാ? അതൊന്നുമില്ല. ഈ ഓട്ടോറിക്ഷകളും കാര്യങ്ങളൊക്കെ വെച്ച് മെഗാറാമ്പ് കയറണം. ഇത് 1x1 റേസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ തോരാണ് ജയിക്കണേ. അവൾക്ക് ഈ ഗോൾഡൻ കൊൻസും കാര്യങ്ങളൊക്കെ വേൾഡിലൊക്കെ ഒരു ഒറ്റ പീസുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഈ വണ്ടിയിൽ ഇത് സ്വർണ്ണം റാപ്പ് ചെയ്തേക്കുന്നതല്ലോ. ഫുൾ ഗോൾഡ് മെയ്ഡാണ്. ഇതെല്ലാം ഗോൾഡാണ്. ഇത് ഫുൾ ഈ വണ്ടിക്ക് നല്ല വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഇന്ത്യ മണി നോക്കുമ്പോൾ ഏകദേശം 260 കോടി രൂപകളുണ്ട്. അത് മാത്രമല്ല പിന്നെ ബാക്കിയുള്ള ഹെഡ്ലൈറ്റൊക്കെ റെഡ് ഡയമണ്ട് വെച്ച് ഉണ്ടാക്കണം. റെഡ് ഡയമണ്ട് വെച്ചാൽ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതിനെ രജിസ്റ്റർ ചെയ്യണ്ടേ? രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ രജിസ്ട്രേഷൻ ഫീസ് എത്ര? രജിസ്ട്രേഷൻ ഫീസ് ആകെ കുറച്ചുള്ളൂ. ജസ്റ്റ് 5000 റുപ്പീസ്. 5000 എൻ്റെ ഇപ്പോൾ ഒരു 50,000 രൂപ ഉണ്ട്. ഞാൻ എന്ന് വെച്ചാൽ 5000 കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ശരി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വേണം രജിസ്റ്റർ ചെയ്യണം. ശരി ഓക്കെ ചേട്ടാ, ഞാനിപ്പോൾ രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഈ റേസ് എന്നാ? ഈ റേസ് ഇന്ന് കഴിഞ്ഞ ഒരു 5 മണിക്കോ? ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ 11 ലേറ്റുള്ളൂ. ഇനി കുറച്ച് സാധനം കൂടെ ഉള്ളൂ അല്ലോ. ഈ മോൻ്റെ ഓട്ടോറിക്ഷ എവിടെയോ? അല്ല അപ്പോൾ ഓട്ടോറിക്ഷ ഇവിടുന്ന് തരില്ലേ? ഓട്ടോറിക്ഷ നമ്മൾ കൊണ്ടുവരണം. ഇതൊന്നും അറിയാണ്ടാണ് നീ റേസ് ഇതാക്കി. നീ വേഗം എവിടുന്നെങ്കിലും ഓട്ടോറിക്ഷ കൊണ്ടുപോകാം. ശരി ചേട്ടാ, ഞാൻ എവിടുന്നെങ്കിലൊക്കെ കൊണ്ടുവന്നോളാം. ഞാൻ ഇപ്പം എന്തായാലും പോവാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാട്ടാ. ശരി മോന്, ശരി. നമുക്ക് എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാനാണ് കേട്ടോ നമ്മളോട് ആളും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും ഇവിടുന്ന് വല്ല വണ്ടികളൊക്കെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ അതാണ് സുമേഷൻ്റെ കയ്യിലൊന്നും വിളിച്ചു നോക്കാം. എന്താവോ എന്തോ. ഓക്കെ, ഈ ചേട്ടൻ എന്താ വിളിക്കണേ? എന്താ ചേട്ടാ? അത് വേറൊരു കാര്യം. ഓട്ടോറിക്ഷ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഇട്ടോളൂടെ, വേറെ ഓടി ഇടരുത്. പിന്നെ അത് മാത്രമല്ല കുറേ ഇതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റേസിൽ വല്ലതും പറ്റുവാണെങ്കിൽ ഞങ്ങൾ ഉത്തരവാദിയായിരിക്കില്ല കേട്ടോ. അത് കുഴപ്പമില്ല. ഞാൻ എന്തായാലും വേഗം തന്നെ ഓട്ടോറിക്ഷ എടുത്ത് തരാം. ശരി, വേഗം തന്നെ എടുത്തിട്ട് വന്നോളൂ. ഇപ്പോൾ വൈകുന്നേരം 5 മണിക്ക് റേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 4:30 എത്തണം. ശരി ഞാൻ വേഗം തന്നെ എത്താം. ശരി. ഇപ്പോൾ നമ്മുടെ സുമേഷൻ്റെ വണ്ടികളൊക്കെയാണ് കേട്ടോ. സുമേഷേട്ടൻ്റെ എല്ലാ ആഴ്ചയിലും ഓരോ വണ്ടികൾ എടുക്കലേ പതിവ്. ഇത് സുമേഷേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഒരു വലിയൊരു ഓഫീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടുന്ന് എങ്ങാണ്ടാണ് കേട്ടോ വണ്ടി. അവിടുത്തെ ആരെയാണ് അപ്പോൾ എന്നോട് എടുത്തോളാൻ പറഞ്ഞത്. അതായത് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് ചെല്ലാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അവിടെ സുമേഷേട്ടൻ്റെ കൂട്ടുകാരനെന്തോ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ചെല്ലാട്ടോ, എന്നിട്ട് ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പണിയൊക്കെ സീനായിട്ട് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. നമ്മുടെ ഓട്ടോറിക്ഷ ഇവിടെ കാണാനില്ല. ഇനി കൊണ്ടുവരാൻ മറന്നാ പറഞ്ഞാൽ ഓട്ടോറിക്ഷ അവിടെ പോയി. അപ്പുറത്തെ സൈഡിലുണ്ടോ എന്ന് നോക്കാം കേട്ടോ. അപ്പുറത്തേക്ക് നമുക്ക് ബൈക്കിൽ പോവാം. എന്തായാലും പേയിൽ പോകാൻ പറ്റില്ല. എനിക്ക് നടന്നു പോകാൻ വയ്യാട്ടോ. പിന്നെ അങ്ങനെ ട്രെയിൻ എടുത്താൽ ഞാൻ ചമ്മന്തിയാവും. ഓക്കെ, നമുക്ക് വേഗം അപ്പുറത്തേക്ക് പോകട്ടെ. അപ്പുറത്തുണ്ടാവുമായിരിക്കും, കാരണം ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ എവിടെയാണ് പറഞ്ഞ അതേ കിടക്കണം. കണ്ട് നമ്മുടെ ഓട്ടോറിക്ഷ ഉണ്ട് കേട്ടോ. തന്നെയല്ലേ അതിൻ്റെ ഓട്ടോറിക്ഷ. ഓക്കെ, നമ്മുടെ സുമേഷേട്ട ഈ വണ്ടികളിലൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ പറഞ്ഞേക്കണേ. ഞാൻ മറ്റേ സുമേഷേൻ്റെ കൂട്ടുകാരനോട് ചിലപ്പോൾ ആളെ ചായ കുടിക്കാൻ വേണ്ടി പോയി കണ്ടിട്ടാ. അവിടെ ഉണ്ട്. അപ്പോൾ ആൾ പറഞ്ഞിട്ട് എടുത്തോളാനാണ് കേട്ടോ. താക്കോല് എൻ്റെ ഒരു മുന്നേ തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ആളെ അവിടെ നിന്ന് കണ്ടു കേട്ടോ, ചായ കുടിക്കാൻ പോയിടുന്നുണ്ട്. അപ്പോൾ ആളെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നു കേട്ടോ. നമ്മുടെ R15 താക്കോല് ആൾക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഈ ഓട്ടോറിക്ഷ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേഗം നമ്മുടെ മെഗാ റാമ്പ് നടക്കുമ്പോഴത്തേക്ക് പോയിട്ട്. ഇപ്പോൾ സമയം നോക്കണമെങ്കിൽ 3 മണി ആയിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറും കൂടി ഉള്ളൂ. ചായക്കടയിൽ കൊണ്ടുപോയിട്ട് ആൾക്ക് താക്കോല് കൊടുത്തിട്ട് കേസ്. ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ആകെ 2 ഉള്ളൂല്ലോ. ഒരെണ്ണം അവിടെ പോയാവോ ചിലപ്പോൾ അങ്ങനെ ആൾ അതും കാര്യങ്ങളൊക്കെ അടിച്ച് പോയിട്ടുണ്ടാവും. അവിടെ ക്വിറ്റായിട്ട് പോയിട്ടുണ്ടാവും. ഇപ്പോൾ സമയം നോക്കണമെങ്കിൽ 4 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ട് 1 മണിക്കൂർ.
നമുക്ക് ചുമ്മാ ഒന്ന് ചുറ്റി കറങ്ങണം. നമ്മുടെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കട്ടെ. ഇവിടെ കിടക്കണമില്ലല്ലോ. നമ്മൾ മുന്നേ ചെയ്ത മെഗാ റാമ്പ് റേസ് പോലെ ഒന്നും എല്ലാവരും തല്ലുപിടിക്കാനൊന്നും വരില്ല. കാരണം എല്ലാവരുടെയും ഒരേ വണ്ടി കാണിക്കുന്നുണ്ട്. ബമ്പറൊക്കെ കിടക്കണേ, ഇത് വണ്ടിയുടെ ബമ്പറൊക്കെ കിടക്കണേ. ഏതോ ഒരു വണ്ടിയുടെ ബമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഫുൾ ഓൺ ഫുൾ ഗോൾഡ് ഇട്ടത്. വണ്ടിയുമ്പോൾ തൊടരുതെന്നാണ് തൊട്ടാൽ കൈ വെട്ടിക്കളയുന്നുണ്ടോ പറയാം. നമുക്കൊന്ന് നോക്കാം. അയ്യോ, വെടിയൊന്നും വെക്കില്ല. പക്ഷേ ഇതിൻ്റെ ടയർ ഫുള്ള് കാർബൺ ഫൈബറാണ് കേട്ടോ. കണ്ട ഇതിൻ്റെ ഈ അടിയിലും കാർബൺ ഫൈബറൊക്കെ കണ്ട. ടയറൊക്കെ ഫുള്ള് കാർബൺ ഫൈബറാണ് കേട്ടോ. അപ്പോൾ ഈ വണ്ടി വെറുതെ ജാതി ഇത് ലൈറ്റ് വെയിറ്റ് ആയിരിക്കാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അല്ല, ഗോൾഡ് ഇല്ല, അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആവില്ല. ഓക്കെ, നൈസ് വണ്ടി കാര്യങ്ങളൊക്കെയുണ്ട്. എന്താ ലാഗ് അടിക്കണേ? എന്താണ് നമുക്ക് കുറച്ച് നേരം വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം റേസ് തുടങ്ങുമ്പോൾ. നമ്മളൊരു 1x1 റേസാണ് കേട്ടോ. അങ്ങനെ ഇതായിട്ട് റേസ് അല്ല, കാരണം ഡേഞ്ചറാന്ന് പറഞ്ഞിട്ടുണ്ട്. മെഗാ റാമ്പ് റേസൊക്കെ 1x1 ആയിട്ട് വയ്ക്കണേ. സോ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ. കുറിച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ റേസിങ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കോയിൻസ് സൈഡിലേക്ക് ഇട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ ഈ ഓട്ടോറിക്ഷ എടുക്കുമ്പോൾ ഉണ്ടല്ലേ തട്ടാണ്ടിരിക്കണം. ഫസ്റ്റ് ഇറങ്ങുന്ന ഓട്ടോറിക്ഷയുടെയാണ് കേട്ടോ ഇതിൻ്റെ. സെക്കൻഡ് അങ്ങാണ്ടാണ് കേട്ടോ നമ്മൾ ഓക്കെ. ഇതിനകത്തിപ്പോൾ 2 പേര് ഇതാക്കുകയാണെങ്കിൽ 2 പേര് ഫിനിഷും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ആ 2 പേർക്കും റിവാർഡ് കിട്ടില്ല. അത് ഇതായി ഞാനും പിന്നെ ഇപ്പം ഞാനാണ് ഫിനിഷ് ചെയ്യണമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാനും പിന്നെ രണ്ടാമത്തെ ഫിനിഷ് ചെയ്ത ആളും കൂടി ഒരു റേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് തുടങ്ങണം. ഇതും കാര്യങ്ങളൊക്കെ മുകളിലേക്ക് ഇടണം എന്ന് കേട്ടോ പറയണേ. നമുക്ക് നമ്മുടെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക്. ഓക്കെ കേസ്, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇതാളുടെ റേസും കാര്യങ്ങളൊക്കെ തുടങ്ങിയേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഭയങ്കര സ്പീഡിലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വയറിൻ്റെ എക്സൗണ്ടാണ്. ഓക്കെ, ഇത് ബാലൻസ് ഒക്കെ തെറ്റിയുണ്ടോ പോണേ. ഗൈസ്, നമ്മുടെ ആളിങ്ങനെ ഡിസ്ക്വാളിഫൈ ആയിക്കാണ് കണ്ടോ. വമ്പരം കറങ്ങി ഞാൻ. ഓക്കെ, ആളിങ്ങനെ വീണേക്കാണ്. അടുത്തത് നമ്മുടെ സെക്കൻഡ് നമ്മളാന്ന് തോന്നുന്നു കേട്ടോ. സെക്കൻഡ് നമ്മളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓട്ടോറിക്ഷ എടുത്തിട്ട് വരാം കേട്ടോ. ഇപ്പോൾ അടുത്തത് നമ്മുടെയാണ് കേട്ടോ. നമ്മളിത് താഴേക്ക് പോവാണ്. എന്താണ് നമുക്ക് പതുക്കെ പോവാട്ടോ. ഓക്കെ, നമുക്ക് പതുക്കെ പോയാൽ മതി. ഒരു ധൃതിയില്ല. ഈ സാധനം ചാടിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമുക്ക് പതുക്കെ പോയാൽ മതി. അതായിരിക്കും നമ്മുടെ ഹെൽത്തിനും കാര്യങ്ങളൊക്കെ നല്ലത്. ഓക്കെ, അത് ശരിക്കും സ്പീഡിൽ പോകണമെന്നാണ്. പക്ഷെ നമുക്ക് എങ്ങനെയാണെങ്കിലും പോവാം. ഞാൻ പതുക്കെ ബ്രേക്കും കാര്യങ്ങളൊക്കെ പിടിക്കാനുള്ളൂ കേട്ടോ. നമ്മുടെ ആക്സിലേറ്റർ പതുക്കെ ഞാൻ ചവിട്ടണുള്ളൂ. ഓക്കെ, കണ്ട ഈ സ്ഥലത്തൊന്നും സ്പീഡുണ്ടാവില്ല. പക്ഷേ ഈ സ്ഥലത്തുണ്ടല്ലോ സ്പീഡ് കുറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ ആക്സിലേറ്റർ പതുക്കെ ചവിട്ടി കൊടുക്കുന്നു. അയ്യോ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പോകണ്ടേ. ഇനി ഇവിടെ നിന്നൊരു കുഴി വരുന്നുണ്ട് കേട്ടോ. കുഴിയിലൊന്നും ഉണ്ടാവാണ്ട് നമ്മൾ നോക്കണം. ഈ ഓട്ടോറിക്ഷ ആണെങ്കിൽ ബ്രേക്ക് പിടിച്ച് അപ്പം കിടന്ന് വളയും. എന്താണെന്നറിയില്ല. പക്ഷേ ഈ ഓട്ടോറിക്ഷ ഒരിക്കലും ഫ്ലിപ്പായി വീഴില്ല കേട്ടോ. എന്താണെന്നറിയില്ല. നമുക്കത് വേഗം പോകും. ആ കുഴിയാണ് ഇത്തിരി ടാസ്ക്. നടുക്കുള്ള വലിയ കുഴിയുണ്ടോ, ആ കുഴിയിലെങ്ങാനും വീണ പെട്ട്. ഓക്കെ, പിന്നെ ഇപ്പം നമ്മൾ 3 പേരും കുഴിയിൽ വീഴുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആരാണ് ഏറ്റവും അവസാനമായിട്ട് കുഴിയിൽ വീണത്. ഇപ്പം ഞാൻ ഏറ്റവും ലാസ്റ്റ് ഒന്ന് വീണു, വേറെ ഒരുത്തിന് ഏറ്റവും മുകളിൽ നിന്ന് വീണു എന്ന് നോക്കുകയാണെങ്കിൽ അതിൽ ഞാനായിരിക്കും ജയിക്കുക. കാരണം ഞാനാണ് ഏറ്റവും അവസാനത്തെ കുഴിയിലും കാര്യങ്ങളൊക്കെ വീണത്. എന്താ പറയുക, നമ്മുടെ കൊഞ്ചം കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടിട്ടുണ്ടെന്ന് കേട്ടോ അവിടെ നിന്ന് പറഞ്ഞത്. കാരണം നേരത്തെ അവിടുത്തെ വീണില്ലേ, അങ്ങനെ വല്ലവരും നേരെ ഒന്ന് വീഴുകയാണെങ്കിൽ ആ വണ്ടി ഇങ്ങനെയൊക്കെ ഡാമേജ് ആവും. നമ്മളങ്ങനെ റേസ് കംപ്ലീറ്റ് ചെയ്തേക്കാണ് കേട്ടോ. നമ്മുടെ ആ 3ാമത്തെ റേസാണ്. അവൻ്റെയും കൂടി കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരിക കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ 3ാമത്തെ ആളുടെയും കാര്യങ്ങളൊക്കെ റേസ് തുടങ്ങിയിട്ടുണ്ട്. ഇയാൾ നമ്മളെപ്പോലെ പതുക്കിയാണ് കേട്ടോ പോകണം. ഇയാൾ മിക്കവാറും റേസ് കംപ്ലീറ്റ് ചെയ്യാൻ നല്ല ചാൻസും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഓക്കെ, അയാളെന്നാലും നമ്മൾ പോയതിനേക്കാളും കുറച്ചും കൂടി സ്പീഡിലാണ് കേട്ടോ പോകണേ. നടുക്കിക്കൂടെ ഉണ്ട് പോകണേ. മിക്കവാറും ആൾ ആ റാമ്പ് ചടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കണ്ട, ഇയാളുടെ ഓട്ടോറിക്ഷ പറന്നൊക്കെ ഉണ്ടോ പോണേ. അയ്യോ, ആളുടെ ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സാധനമാണെങ്കിൽ മറിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും പറ്റാനൊന്നും പോകുന്നില്ല കേട്ടോ. ഓക്കെ, എന്താണ് ഇയാൾ കംപ്ലീറ്റ് ചെയ്യാണ്ടിരുന്നാൽ മതിയായിരുന്നു. ദൈവമേ, ആൾ കംപ്ലീറ്റ് ചെയ്യല്ലേ. ഇയാളുടെ ഓട്ടോറിക്ഷയ്ക്ക് ഒന്നും കൺട്രോൾ കിട്ടുന്നില്ല കേട്ടോ. ഇയാളെ റാമ്പ് ചടിക്കാനുള്ള പരിപാടിയൊന്നും ഒന്നും. മിക്കവാറും ഇയാളെ റാമ്പ് ചടിച്ച് പണി മേടിച്ച് കൂട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ,
ഇയാളെന്താ റാമ്പ് ചടിക്കുന്ന ഇത്ര പതുക്കെ പോണേ. കൺട്രോൾ പോയി. ഓക്കെ ആള് പോയില്ലേ ഗായ്സ്? ഇപ്പോൾ പോയി. ആളുടെ ഓട്ടോറിക്ഷ അവിടെ കുടുങ്ങിയിട്ട. ഓക്കെ ആളുടെ ഓട്ടോറിക്ഷ നിലത്ത് വീണേക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളാണ്ട് നമുക്ക് അങ്ങനെ കൊഞ്ചയും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കാണ്. നമുക്കതേ നമ്മുടെ ഗോൾഡൻ കൊഞ്ചയും കാര്യങ്ങളൊക്കെ കിട്ടിയേക്കണ്ട. ഓട്ടോറിക്ഷ നമുക്ക് എടുത്തുകൊണ്ട് പോകും എന്നാണ് കേട്ടോ പറഞ്ഞത്. നമുക്ക് ഈ വണ്ടികളൊക്കെ എടുത്ത് വീട്ടിലേക്ക് ഇടുമ്പോൾ ഗോൾഡൻ കളർ കൊഞ്ചയ്ക്ക് വണ്ടിങ്ങനൊക്കെ. ഈ ലെഫ്റ്റ് സൈഡിൽ ഡോറിന് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. കിടന്ന് ഇളകുണ്ട്. കുഴപ്പമില്ല. ഡോറിൻ്റെ ആ വിജാഗിരി മാറ്റിയാൽ മതി കേട്ടോ. അല്ലേ അപ്പോൾ കേസ് ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കേസ് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ അടുത്ത കമൻറ്റ് ഏതാ വേണ്ടത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ ഗ്രാനിയുടെയും കാര്യങ്ങളൊക്കെ നമ്മുടെ സബ്സ്ക്രൈബർ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രോ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്രാനി ഞാൻ എന്തായാലും ഇവിടെ ഉണ്ട്. ഈ നമ്മുടെ ഇതും കാര്യങ്ങളൊക്കെ എടുത്ത് കണക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറി വീഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഗ്രാനി ഇടണേ. ഞാൻ ഗ്രാനി ഇടുന്നതായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട. കാരണം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് തട്ടിക്കൂട്ടിയാണ്. കാരണം നമുക്ക് ഇന്നലെ വീഡിയോയും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം നമ്മുടെ അവിടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നമ്മുടെ അവിടെ വീഡിയോയും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സോറി ഗൈസ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ തട്ടിക്കൂട്ടി കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പെട്ടെന്ന് മനസ്സിലങ്ങോട്ട് ഇതാക്കിയതാണ്. പിന്നെ നമുക്ക് ഗ്രാനിയും കാര്യങ്ങളൊന്നും കയറ്റാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യാത്തൊന്നും തോന്നില്ല. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനിയും നമ്മുടെ കിടുക്കം പോലത്തെ വീഡിയോസ് എടുക്കണമെന്നിരിക്കും. ബൈ ഗൈസ്.